ഈ കറ പിടിച്ച് മുഷിഞ്ഞ ഈ സീറ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമസ്കാരം, പവർ മോട്ടറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും നമ്മുടെ വണ്ടികളിൽ സീറ്റ് കവർ ഇട്ട് ഉപയോഗിക്കാറുണ്ട്, ഇടാതെ ഉപയോഗിക്കാറുണ്ട്. സീറ്റ് കവർ ഇട്ട് ഉപയോഗിക്കുമ്പോൾ വണ്ടിയുടെ സീറ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതോടൊപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. എന്നാൽ ഇത് ഇടാതെ ഉപയോഗിക്കുന്ന ആളുകളുടെ അവരുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറ്റ് കവർ ഇട്ട് കഴിഞ്ഞാൽ അത്രത്തോളം കംഫർട്ട്, ഫാബ്രിക് സീറ്റിലിരിക്കുന്ന ഒരു കംഫർട്ട് സീറ്റ് കവർ ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളതാണ്. അത് ശരിയുമാണ്. പക്ഷേ ഇതിലൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സീറ്റ് കവർ ഇടാതെ ഉപയോഗിക്കുമ്പോൾ സീറ്റിൽ പലതരത്തിലുള്ള കറകൾ പിടിക്കാറുണ്ട്. ചില കറകൾ പോവും, ചില കറകൾ പോവില്ല. അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റിൽ അങ്ങനെ ഒരു കറ വന്നിട്ടുണ്ട്, കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കറകളും അഴുക്കൊക്കെ പോകുമോ എന്നുള്ളത് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് സീറ്റ് ഇതാണ് കേട്ടോ. ഇവിടേക്ക് അഴുക്ക് പിടിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു കറയുണ്ട്, ആ സീറ്റിൽ കറ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഐറ്റംസ് പറയുന്നത്, ഒന്ന് നമ്മുടെ യൂറോക്ക ഫോബ്സിൻ്റെ ഒരു വാക്വം ക്ലീനറാണ്. ഏത് കമ്പനിയായാലും കുഴപ്പമില്ല, ഞാൻ ഉപയോഗിക്കുന്ന യൂറോക്ക ഫോബ്സിൻ്റെ വെറ്റ് ആൻഡ് ഡ്രൈ ആണ്. ദെൻ ഇത് ഡീഗ്രീസറാണ്, സാധാ സോപ്പല്ല കേട്ടോ, ഇത് ഓൾ പർപ്പസ് ക്ലീനർ ആൻഡ് ഡീഗ്രീസറാണ്. ദെൻ ഒരു വാട്ടർ ബോട്ടിൽ സ്പ്രേയർ, അത് ഏതാണെങ്കിലും ഉപയോഗിക്കരുത്. ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ദെൻ ഒരു ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തുണി കഴുകുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ബ്രഷാണിത്. എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇത് വീട്ടിലുള്ള ഒരു ബ്രഷാണിത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഡീഗ്രീസർ ആദ്യം ഈ സീറ്റിലേക്ക് അടിച്ചു കൊടുക്കാൻ പോവാണ്. ഡീഗ്രീസർ അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, കറകളൊക്കെ ഒന്ന് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ലൂസാക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാക്വം വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കാം. അതിന് ബ്രഷൊക്കെ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡീഗ്രീസർ എങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്നത് പറയാം. ഇപ്പോൾ ഒരു ഹാഫ് ബോട്ടിൽ വാട്ടറാണ് ഞാൻ എടുത്തത്. ഹാഫ് ബോട്ടിനേക്കാൾ ഒരല്പം കൂടുതൽ വാട്ടർ എടുത്തു. അതിലേക്കൊരു 2 അടപ്പ് ഡീഗ്രീസറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിൻ്റെ ചെറിയ അടപ്പുണ്ടല്ലോ, അതിൻ്റെ ഒരു 5 മില്ലി അല്ലെങ്കിൽ 7 മില്ലി അല്ലെങ്കിൽ 10 മില്ലി താഴെ വരുന്നുള്ളൂ. അപ്പോൾ അത് ഒരു 2 അടപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം നമ്മുടെ വാക്വം ക്ലീനർ. വെറ്റ് ആൻഡ് ഡ്രൈ ട്രെൻഡി DX, അതായത് യൂറോക്ക ഫോബ്സിൻ്റെ ട്രെൻഡി DX വെറ്റ് ആൻഡ് ഡ്രൈ എന്ന് പറയുന്നൊരു മോഡലാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് വാക്വം ക്ലീനറാണെങ്കിലും വെറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക, സ്ക്വീസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഈ ഫിൽറ്ററുകളൊക്കെ അഴിച്ചു മാറ്റി വയ്ക്കണം. ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വെറ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ അതിനകത്തൊക്കെ വെള്ളം നനയുന്നത് അത്ര നല്ലതല്ല. അതിന് അതുപോലെ ഈ ബാഗൊക്കെ ഉണ്ടല്ലോ, ഈ ബാഗൊക്കെ ഫിൽറ്റർ ബാഗാണ് അല്ലെങ്കിൽ കളക്ഷൻ ബാഗാണത്. അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അഴിച്ചു മാറ്റി വയ്ക്കുക. വെറുതെ ജസ്റ്റ് റോ ആയിട്ട് ഉപയോഗിച്ചാൽ മതി. പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നും ഇതിനകത്ത് വെക്കരുത്, വെറ്റായിട്ട് നമ്മൾ സ്ക്യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി സ്ക്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്ക്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ടൂൾ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. ഇത് സ്ക്യൂസർ ടൂളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും എല്ലാ വാക്വം ക്ലീനറിൻ്റെ കൂടെയും ഈ ഒരു ഐറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ക്യൂസർ ഐറ്റം തന്നെ ഉപയോഗിക്കണം. വേറെ ഇത് ഉപയോഗിച്ചാൽ ഇത്ര ക്ലീനായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഇനി ആ സൈഡ് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ കറയും പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ പാടുകളൊന്നും ഇപ്പോൾ കാണില്ല. നമ്മൾ വാക്വം ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ ഡിഗ്രീസർ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തുള്ളൂ. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ പാടൊക്കെ കറയൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഓക്കെ, മുകളിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം വാക്വം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. കൃത്യമായിട്ട് അറിയണമെങ്കിൽ നന്നായിട്ട് ഉണങ്ങണം. അപ്പോൾ ഏകദേശം നമുക്കൊന്ന് അറിയാം. നമുക്കൊന്ന് വാക്വം ചെയ്ത് നോക്കാം ഇനി. അപ്പോൾ വാക്വം നമ്മൾ കണക്ട് ചെയ്തു, ഓണാക്കാൻ പോകണം. നല്ല പവർഫുള്ളാണ്. അപ്പോൾ നല്ല പവർഫുൾ വാക്കുമാണ്. നമ്മളൊന്ന് വാക്വം പിടിക്കാൻ പോകണ്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് സീറ്റ് അടുത്ത സൈഡ് കേട്ടോ. നമ്മൾ ഫുള്ള് വാക്വം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. നേരത്തെ ഇവിടെ വലിയൊരു പാടുണ്ടായിരുന്നു, അപ്പോൾ അത് പോയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗങ്ങളിൽ ചെറിയ കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ സീറ്റിൽ നമ്മൾ കണ്ടിരുന്നു ഒരു ഭാഗത്തൊക്കെ. പിന്നെ ഈ സൈഡ് കാണുന്ന ഈ ഭാഗത്തൊക്കെ കുറച്ച് സമയം എടുക്കും ഉണങ്ങാനായിട്ട്. അവിടെ ആ സ്പ്രേ അടിച്ചത് അത്ര ക്ലിയറായിട്ട് വാക്വത്തിൽ അങ്ങനെ വലിച്ച് പോരുന്നില്ല. ഇത് നമ്മൾ ചെയ്തിട്ടില്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഭാഗം മാത്രമായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുറച്ച് ഭാഗങ്ങളിൽ ഇവിടെ ഈ പാട് കാണുന്ന ഭാഗങ്ങളിൽ മാത്രമായിട്ട് നമുക്കിനി ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നമ്മൾ മെയിനായിട്ട് നേരത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത ഈ ഭാഗത്താണ്. ഇവിടെയായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഹെഡ് റെസ്റ്റിൽ കുറച്ച് ഭാഗത്ത് 2 പാടുണ്ട്. ഇതാ ഇവിടെ അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ ഒന്നുകൂടി ഒന്ന് വാക്വം ചെയ്ത് നോക്കാം. അവിടെ മാത്രം ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇനിയൊരു ശരാശരി സീറ്റിൻ്റെ വാക്വം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എത്രത്തോളം ചെളി അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സിനിമയ്ക്ക് മുമ്പ് കാണിക്കുന്ന ഡയലോഗ് പോലെ എന്താ എത്രത്തോളം ചെളി എനിക്ക് അതിൽ നിന്ന് കിട്ടി. പിന്നെ കുറേയൊക്കെ വെള്ളം പുറത്തേക്ക് ഇത് വലിച്ച് കളയുന്നുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് ഏകദേശം അറിയാം എത്രത്തോളം നമ്മുടെ സീറ്റുകളിലൊക്കെ. നിങ്ങളുടെയൊക്കെ സീറ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും തന്നെ അല്ലെങ്കിൽ ഇതിൽ കൂടുതലോ ഇതിൽ കുറവൊക്കെ ആയിരിക്കാം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാം അതിൽ നിന്ന് ആ കറകളൊക്കെ മെയിനായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കറകളെല്ലാം തന്നെ പോയി. പിന്നെ സൈഡും മറ്റുമൊക്കെ അത്രത്തോളം വാക്വം ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് ഉണങ്ങാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നനവിൻ്റെ പാടാണ് കാണുന്നത്. കറകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ പോന്നിട്ടുണ്ട്.
പിന്നെ പുറയിൽ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് അത്ര എളുപ്പത്തിൽ വാക്വം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമൊക്കെ കുറച്ച് ആ ഒരു വെള്ളത്തിൻ്റെ നനവിൻ്റെ ഒരു പാട് പോലെ നമുക്കിപ്പോഴും കാണാം. അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 90% അത് റെഡി ആയിട്ടുണ്ടായിരിക്കും. പിന്നെ കുറച്ച് കരിമ്പിനൊക്കെ പുറകിൽ ചാരിയിരിക്കുന്ന ഭാഗത്തൊക്കെ ഉണ്ടാവും, അത് പിന്നെ ബ്ലീച്ച് ഇടേണ്ടി വരും. അപ്പോൾ ഏതായാലും ബ്ലീച്ച് ഞാനിപ്പോൾ ഇടുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സീറ്റ് ക്ലീനിങ് ആണ്, വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കണ്ടത്. ഓൾമോസ്റ്റ് നമ്മുടെ സീറ്റൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വെയിലത്തിട്ട് വണ്ടി കുറച്ച് നേരം ഒന്ന് ചൂടായി കഴിയുമ്പോൾ സീറ്റ് കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ആവും. നമ്മൾ വെള്ളം ശരിക്കും സീറ്റിലുണ്ടായിരുന്ന വെള്ളം ശരിക്കും നമ്മൾ വാക്ക് ഉപയോഗിച്ചിട്ട് വലിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഉണങ്ങാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നേരം വെയിലത്തിടുകയാണ്. അതിനുശേഷം നമുക്ക് ശരിക്കും ഫുൾ എന്താ പറയുക ഡ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോഴേക്കും നമുക്ക് ശരിക്കുള്ള റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന വാക്വം ക്ലീനർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ വേണ്ട നമുക്ക് വീണ്ടും കാണാം.